ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ തന്നെ എണീറ്റു ഗൈസ്. അപ്പോൾ നമുക്ക് അങ്ങാളിലേക്കാണെങ്കിൽ ഇന്ന് ഡ്യൂട്ടിയുള്ള ദിവസമാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്ക് പോലീസ് ഡ്യൂട്ടിയാണുള്ളത്. അപ്പം നമ്മൾ രാവിലെ തന്നെ എണീറ്റ് ഗൈസ്. അപ്പം നമുക്ക് അങ്ങാളൊക്കെ ഡ്രസ്സ് മാറാം. ഓക്കെ, പോലീസിൻ്റെ ഡ്രസ്സ് എന്തിയാണ് ഗൈസ്. ഇപ്പം ഷിൻജാനങ്ങളൊക്കെ ഇവിടെ വന്ന് എല്ലാം കൊളാക്കി ഇട്ടേക്കാണ്. അവൻ്റെ ഡ്രസ്സും എല്ലാം അടുത്ത് ഇതിനകത്ത് വെച്ചേക്കുന്നത്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഡ്രസ്സും കാളൊക്കെ ഇട്ടിട്ടുണ്ട്. ഗണ്ണ് എടുക്കട്ടെ ഗൈസ്. അപ്പം നമ്മൾ പിസ്റ്റൽ ഗണ്ണ് കാളൊക്കെ എടുത്തിട്ടുണ്ട്. ഷോക്കുകളാണ്. അപ്പം നമുക്ക് കാളൊക്കെ 2 വണ്ടിയുണ്ട് ഗൈസ്. അപ്പം നമുക്ക് ഈ ഒരു പോലീസ് ഇത് വേണ്ട, ഹെലികോപ്റ്റർ വേണ്ട, നമുക്കാണെങ്കിൽ കാറിൽ പോവാം മച്ചാമാരെ. അപ്പം നമ്മൾ കാളൊക്കെ നേരെ കാറും കാളൊക്കെ എടുത്ത് നേരെ ഇറങ്ങിയിട്ടുണ്ട്. എടാ, നല്ല അടിപൊളി പച്ച കളറൊക്കെ അടിച്ചുകൊണ്ട് എന്തിനാടാ വണ്ടിയുടെ ഇത് വേറെ വണ്ടിയുടെ കളറാണ് ഇവൻ ഉപയോഗിച്ചിരിക്കുന്നത്. നീ അങ്ങനെ പെറ്റി അടിച്ചിട്ട് പോയാൽ മതി. ഓക്കെ, പിന്നെ ഗ്ലാസ് പൊട്ടിച്ചിട്ടേക്കാം കേസ്. അപ്പം ഇവൻ പെറ്റി അടിച്ചില്ലെങ്കിലും അവൻ ആ ഗ്ലാസ് ഉണ്ടാക്കുന്ന തന്നെ പൈസ അവൻ്റെ നിന്ന് പോകും. പിന്നെ അവൻ ഒരിക്കലും ഈ മേലെ ഇങ്ങനത്തെ പണി കാണിക്കത്തില്ല. അതുകൊണ്ടാണ് കേസ്. അപ്പം ഞാൻ കളിക്ക് അങ്ങനെ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ കയറി എൻ്റെ മോനെ ഇതാണൊക്കെ പൊയ്ക്കൂടെ കേസ്. ഇപ്പോൾ ഇവിടെ ഉള്ളവന്മാർക്ക് ഒരു ബുഗാട്ടി പോകുന്നൊരു പോക്കുണ്ട് കേസ്. അപ്പോൾ അതിൻ്റെ അലോയൊക്കെ വേറെ എടുത്തിട്ടേക്കുന്നു. പിന്നെ നമുക്ക് സഹിക്കാൻ പറ്റും കേസ്. അപ്പോൾ നമ്മളൊക്കെ എടുക്കുന്നു, ഗ്ലാസ് പൊട്ടിച്ചിടാം. നമ്മളെക്കാളൊക്കെ ഒരു വണ്ടി ആളുകൾ മോഡിഫൈ ചെയ്ത് ഇറക്കുകയാണെങ്കിൽ ആരും അറിയത്തില്ല. നമ്മളെക്കാളൊക്കെ അത് അലൗഡായിട്ടുള്ള സാധനങ്ങൾ വെച്ചാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു ആക്സിഡൻറ്റ് നടന്നല്ലോ. ഇല്ല, വെള്ളക്കാറ് ഗൈസ്. അപ്പം ഇവനെയൊക്കെ നമ്മൾ എന്താ പറയാനാണ് ഗൈസ്. അപ്പം ഈ റോഡ് മുഴുവൻ ആക്സിഡൻറ്റ് ഉണ്ടാക്കിയിട്ട് ഇവനെയൊക്കെ എന്താ ചെയ്യണം ഗൈസ്. അപ്പം ഈ ഒരു കാറുകളൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല എൻ്റെ മോനൊരു ഓടി കാറ്, കിണ്ണം കാറ് ഗൈസ്. അപ്പം ഇത് അടിപൊളി കാറാണല്ലോ മച്ചാന്മാരെ. നൈസിന് നമുക്ക് ആളൊക്കെ തൂക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇതിനൊക്കെ തുറന്ന് ഞാൻ പേടിക്കും കേസ്. ഇപ്പം ഡിഫൻഡർ ഒരു കുഴപ്പമില്ലാതെയാണ് പോകുന്നത്. അയാൾക്ക് ബോധമൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ മോനോട് ഡ്രിഫ്റ്റ് അടിക്കുന്നതാടാ. ഓക്കെ, നമുക്ക് ആളൊക്കെ നേരെ ഏതെങ്കിലും ഒരു കാറ് കിട്ടണം കേസ്. ഇപ്പം ഒരു കാറ് പോലും ഇതിൻ്റെ ഫ്രണ്ടിൽ ഇല്ലല്ലോടാ. ചിലപ്പോൾ ഓക്കെ ഒരുത്തുന്നതുകൊണ്ട് പോന്നു. എടാ, ഇത് അലോഡാണാടാ ഇവിടെ. ഈ ഒരു സൺ ഫിലിം കൂൾ ഫിലിം എന്തിനാടാ ഒട്ടിക്കുന്നത്? നിർത്തിയിടാൻ പറഞ്ഞാൽ നീ നിർത്തിയിട്ടില്ല. കൊണ്ടിടിച്ച് പൊയ്ക്കോ മോൻ. അങ്ങനെ തന്നെ വേണം കേട്ടോ. 2 എണ്ണത്തിൻ്റെ ഗ്ലാസ് നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. ഓക്കെ, എൻ്റെ മോനെ കേസ്. നമുക്ക് കണക്ക് നേരെ അങ്ങ് പോവാം. ഓക്കെ, ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാം ഓക്കെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഈ കാറ് കുഴപ്പമില്ല പൈസ. അപ്പോൾ കുറേ കാറുകൾ ഇവിടെ ഉണ്ട്. ഓരോന്ന് നമുക്ക് നോക്കാം. ഇത് കുഴപ്പമില്ല. ഇപ്പം ഒരു കാറുകൾ ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിലാണ് അവന്മാരെല്ലാം പോകുന്നത്. ഇപ്പം ഞാൻ ഇറങ്ങിയതുകൊണ്ട് അവരിറങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇറങ്ങിയാൽ പിന്നെ ഇവിടെ ഒരുത്തൻ പോലും കാർ എടുക്കത്തില്ല കേസ്. ഇപ്പോൾ മോഡിഫൈഡ് ചെയ്താ എന്താണെടാ ഇവൻ നിർത്തുന്നില്ലേ? ഒക്കെ ഒരു പോലീസിനെ കണ്ടാൽ നിർത്തണമെന്നുള്ള എൻ്റെ മോനെ അറിയാതെ ഡോറ് തുറന്നിടുന്നു. എനിക്ക് പോകണമില്ലേ? ഒരാൾ കേസ് ഇപ്പോൾ ഇവിടെ ഇടിച്ചെടുക്കാൻ നേരം അവന് പോകണമെന്ന്. മോൻ്റെ വണ്ടി ഭയങ്കര ഗ്ലാസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്ലാസ് എല്ലാം പൊട്ടിച്ചിടാം. ഒരു പാട്ട വണ്ടി എന്താടാ ഇത്? ചുമന്ന ബോക്സാ. നമ്മളെ വണ്ടി ഇടിച്ച് പൊട്ടിച്ചോണ്ടാണ് കേസിപ്പോൾ അവൻ പോയത്. കേസിപ്പോൾ നമ്മളെ വണ്ടിയിൽ അവൻ കല്ലെടുത്തിറങ്ങിയല്ലോ മച്ചാമാരെ. ഓക്കെ അവനെ ട്രാക്ക് ചെയ്യും കേസ്. നമ്മളെ വണ്ടിയുടെ ഗ്ലാസ് അവൻ പൊട്ടിച്ചേട്ടാ. പോലീസാണെന്നുള്ളൊരു ധാരണ പോലും. പിന്നെ തൂക്കാടാ മോനെ. ഞാൻ മറ്റവനെ പോയി തൂക്കട്ടെ. ഇപ്പോൾ അവൻ എന്താണ് കേസ് പോകുന്നൊരു പോക്കുണ്ടോ കേസ്? ഇപ്പം ഡാൻസ് അടിച്ചുകൊണ്ടാണ് അവൻ പോകുന്നത്. നിർത്തടാ അവിടെ. ഒരു വണ്ടി എടുത്ത് അവന് ഇറങ്ങിക്കോളും. ഓക്കെ മച്ചാമാരി, അവൻ്റെ വണ്ടികൾക്ക് നമുക്ക് പൊട്ടിക്കായിടാം. ഇവിടെ ഇട്ട് പൊട്ടിക്കാൻ കേസ്. ഇപ്പോൾ ഇവിടെ കുഴപ്പമൊന്നുമില്ലാത്ത സ്ഥലമാണ്. നമുക്കിങ്ങനെ അലോഡായിട്ടുള്ള വണ്ടികൾ ഇവിടെ പൊട്ടിക്കാൻ പറ്റും.
അപ്പം നമ്മളൊരു രാജ്യത്തൊരു ഇതാണ് ഞാൻ പറഞ്ഞത്, വേറെ രാജ്യത്തിൻ്റെ ഒന്നുമല്ല. നമ്മളെ ഈ ഒരു എൻ്റെ മോനെ കാറാണ് തിരിച്ചു പോലും എടുക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ നമ്മളെ വണ്ടി അവൻ ക്രൂരമായിട്ട് നമ്മളെ വണ്ടിയുടെ ചില്ലൊക്കെ പൊട്ടിച്ചു. പിന്നെ നമുക്ക് ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെ ചെയ്യാലേ പറ്റത്തുള്ളൂ. അപ്പം നീ വേറെ ഒരുത്തനെ പോലും നീ കിട്ടുന്നില്ല. ഈ ഒരു ഡിഫൻഡറോട് കുഴപ്പമില്ലാത്ത വണ്ടികളാണ് ഇവിടെ മുഴുവനും. ഈ ഒരു നമുക്ക് കേശവനെ ഓവർടേക്ക് നിർത്തുമെന്ന് നോക്കാവേ. മോനാടാ നിൽക്കുക ഒന്ന് ഓക്കെ അവൻ ഓക്കെ ആയിട്ടാണ് അവൻ പോകുന്നത്. കേശപ്പോൾ ഇനി വേറെ ഇവിടെയാണ് കേശപ്പാവും ഇച്ചിരി ആൾക്കാരുള്ള സ്ഥലം. KTM ബൈക്ക് കുഴപ്പമില്ല, ഒന്നും കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഇവന്മാർ എല്ലാം പോകുന്നത്. ഇന്നത്തെ ഡ്യൂട്ടി കുറവാണല്ലോടാ. ഓക്കെ, ഈ റെഡ് കാർ ഇപ്പം നിരോധിച്ചതാണ് കേശപ്പം ഇവിടെ. ഈ റെഡ് കാർ ഓട്ടിക്കില്ലേ എന്നാണ് ഇവിടുത്തെ ഒരു ഇത് വന്നേക്കുന്നത്. അപ്പോൾ കൊണ്ടു നിർത്തിയ രീതിയുണ്ട്. എന്താണ് മോനെ അങ്ങ് ഇറങ്ങിയേക്ക് വണ്ടിന്ന് കേട്ടോ. ഈ റെഡ് കാർ നമുക്ക് പൊളിക്കാനിടണ്ട, നമുക്ക് കൊണ്ടുപോകാൻ കഴിച്ചപ്പം നമുക്ക് നമ്മളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിടാം. മോനെ ഇറങ്ങടാ, എല്ലാണോ ഇറങ്ങും. എനിക്കൊക്കെ എന്താണ് മോനെ കഴിച്ചപ്പം നമ്മുടെ കാലൊക്കെ ഒന്നേ ഇറക്കിയിട്ടുണ്ട്. ഈ ഒരു ബുഗാട്ടിക്കാരൻ പോയൊരു പോക്ക് കാണുമായിരുന്നു കഴിച്ചപ്പം. എല്ലാ വണ്ടികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറക്കല്ലും വെച്ചാൽ അപ്പം നമുക്ക് കാലൊക്കെ ഈ ഒരു കാറും കൂടെ ഇവിടെ ഒതുക്കിയിടാം. കുഴപ്പമില്ലാത്ത കാറുകളാണ്. അപ്പം കഴിച്ചപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വിടുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.